ഹലോ ഗായ്സ്, എല്ലാവർക്കും പേഴ്സ് ഓൺ കണ്ടിലെ മറ്റൊരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് മുരുടേശ്വരത്താണ്, കർണാടകയിലാണ്. ഇപ്പോൾ മൂകാംബികയിൽ വന്നതാണ്. മൂകാംബികയിൽ നിന്ന് മുരുടേശ്വരത്തേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 60 കിലോമീറ്ററാണ്. മൂകാംബികയിൽ നിന്നും ഇവിടേക്ക് വെറും 60 കിലോമീറ്റർ മാത്രം ദൂരം ഉണ്ടായതുകൊണ്ട് തന്നെ മൂകാംബികയിൽ വരുന്ന എല്ലാവരും ഇവിടെ വരാറാണ് പതിവ്. നിങ്ങൾ ഈ കാണുന്ന ബോർഡിലുള്ളതുപോലെ തന്നെ ഇവിടെ അകത്തൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ ടൈമിങ് 6 മണി മുതൽ 1 മണി വരെയാണ്. പിന്നെ 3 മണി തൊട്ട് 8:45 വരെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ടൈമിങ്. മൂകാംബികയിൽ നിന്ന് ഇവിടേക്കുള്ള ദൂരം 60 കിലോമീറ്റർ ആയതുകൊണ്ട് തന്നെ ഇവിടേക്ക് വരാനുള്ള സമയം 2.5 മണിക്കൂറാണ്. ഒന്നെങ്കിൽ നമുക്കൊരു ടാക്സി എടുത്ത് വരാം, അല്ലെങ്കിൽ KSRTC പോലുള്ള നിരവധി വാഹനങ്ങളുണ്ട്. അങ്ങനെ മുരുടേശ്വരത്തേക്കുള്ള സ്റ്റോപ്പുമുണ്ട്. അല്ലെങ്കിൽ നേത്രാവതി എക്സ്പ്രസ് മൂകാംബികയിലൊക്കെ ഉള്ള ഡയറക്റ്റ് സ്റ്റോപ്പ് പോലെ തന്നെ ഇവിടേക്കും ഡയറക്റ്റ് സ്റ്റോപ്പുണ്ട്. അറബിക്കടലിന് സമീപമുള്ള കുന്തഗിരി എന്ന ഒരു ചെറിയ കുന്നിൻ്റെ പുറത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്തിരിക്കുന്നത്. മുരുടേശ്വരൻ എന്നറിയപ്പെടുന്ന ശിവനാണ് ക്ഷേത്രത്തിൻ്റെ മെയിൻ പ്രതിഷ്ഠ. പിന്നെ നമുക്ക് ഈ ശിവപ്രതിമയ്ക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ശിവപ്രതിമയിലുള്ള 2ാം സ്ഥാനമാണ്. 123 അടിയാണ് ഇതിൻ്റെ നീളം. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ഫ്രണ്ടൊരു ഗോപുരമുണ്ട്. ആ ഗോപുരമൊക്കെ കാണാനും ഈ ശിവരൂപമൊക്കെ കാണാൻ വേണ്ടിയാണ്. 3 പതിറ്റാണ്ട് മുന്നേ ഇതൊരു ചെറിയൊരു ക്ഷേത്രം മാത്രമായിരുന്നു. ഇവിടുത്തെ സ്ഥിരം സന്ദർശകനായിരുന്നു RN ഷെട്ടി. അദ്ദേഹം ഈ ക്ഷേത്രം പുതുക്കിപ്പണിയണം എന്നൊരു തീരുമാനമെടുത്തു. അങ്ങനെയാണ് ഈ കർണാടക മുഴുവൻ അറിയപ്പെടുന്ന ഒരു വലിയൊരു ക്ഷേത്രം ഇതായത്. ഇതൊരു ക്ഷേത്രവും തീർത്ഥാടന കേന്ദ്രവും നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസും കൂടിയാണ്. SK ആചാരി എന്ന ശില്പിയുടെ നേതൃത്വത്തിലായിരുന്നു ഇവിടുത്തെ കൺസ്ട്രക്ഷൻ ആരംഭിച്ചത്. ക്ഷേത്രത്തിൻ്റെ അകത്ത് ക്യാമറ അലൗഡ് അല്ലാത്തത് കൊണ്ട് തന്നെ അകത്തെ കാഴ്ചകളൊന്നും കാണിക്കാൻ കഴിയില്ല. ഞങ്ങളിപ്പോൾ ക്ഷേത്ര ദർശനമെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. അകത്തൊരു വലിയ സ്വർണ്ണരഥമുണ്ട്. അതൊക്കെ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഇവിടുത്തെ പ്രസാദം എന്ന് പറയുന്നത് ലഡുവാണ്. ഈ കാണുന്ന കൗണ്ടറിലാണ് പ്രസാദം ലഭിക്കുന്നത്. 1977 പുനർനിർമ്മാണത്തിന് ശേഷം തന്നെ മുന്നിൽ 20 നിലയുള്ള രാജഗോപുരം പണികഴിപ്പിച്ചു. പിന്നെ ക്ഷേത്രത്തിന് പിന്നിൽ കാണുന്ന ശിവൻ്റെ ശില്പവും കാശിനാഥൻ എന്ന ശിമോഗ ജില്ലയിൽ നിന്നുള്ള ഒരു ശില്പി പണികഴിപ്പിച്ചു. ഇത് രണ്ടും മുൻകൈ എടുത്ത് ചെയ്തത് RN ഷെട്ടി തന്നെയാണ്. ഇവിടെ നിന്ന് 10 രൂപ വരെ ടിക്കറ്റ് എടുത്താൽ മുതിർന്നവർക്ക് 10 രൂപയും കുട്ടികൾക്ക് 5 രൂപ വരെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ഗോപുരത്തിൻ്റെ 18ാമത്തെ നിലയിൽ നമുക്ക് പോയി അവിടുത്തെ വ്യൂ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒരു ലിഫ്റ്റ് ഉണ്ട്. ആ ലിഫ്റ്റ് വഴി നമുക്ക് മുകളിലേക്ക് പോകാം. ഈ 18ാമത്തെ നിലയിൽ മൊത്തത്തിൽ 3 വ്യൂ പോയിൻ്റാണ് ഉള്ളത്. നല്ല വ്യൂ ആണ് കൊടുത്ത് കാണുമ്പോൾ തന്നെ ആ പരമശിവൻ്റെ ആ സ്റ്റാച്ചു നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് നിരവധി ആൾക്കാർ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ആ ബീച്ചിൻ്റെ ഒരു നല്ല വ്യൂ നമുക്ക് കാണാൻ സാധിക്കും. നല്ല ഭംഗിയുള്ള രീതിയിലാണ് ഇത് സെറ്റപ്പ് അവർ ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് ഓപ്പോസിറ്റിലേക്കുള്ള വ്യൂ പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ മലകളൊക്കെ കാണാൻ സാധിക്കും. ആ മലകളിൽ കൂടെയാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ ഒരു ഭംഗിയുള്ളൊരു ബീച്ച് നമുക്ക് കാണാൻ സാധിക്കും. സൈഡിൽ മീൻപിടുത്തക്കാരുടെ വെള്ളവും അവിടെ സൈഡിൽ അടുക്കി വെച്ചേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുമ്പോഴും അവിടെയും ഇതേപോലെ തന്നെ. പക്ഷെ അവിടെ ആയിരുന്നു കൂടുതൽ ആൾക്കാരൊക്കെ കാണാൻ സാധിച്ചത്. ഇപ്പോൾ സമയം രാവിലെ
8 മണിയോളമായിട്ടുണ്ട്. എന്നിട്ടും ബീച്ചിൽ അത്യാവശ്യം നല്ല ആൾക്കാർ ഉണ്ട്. അവിടെ ബോട്ടിംഗ് ഫെസിലിറ്റിയും ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ട ബീച്ച് തന്നെയാണിത്. അവിടെ തന്നെ നല്ല ബീച്ച് ആ കടലിലേക്ക് ഇറങ്ങിക്കാൻ നമുക്കൊരു ചെറിയ ഹോട്ടൽ നമുക്ക് കാണാൻ സാധിക്കും. ബീച്ച് വ്യൂ ഹോട്ടലാണത്. പിന്നെ അവിടെ റെസിഡൻസും ഒക്കെ നമുക്കവിടെ കാണാം. അത്യാവശ്യം നല്ല ഗാർഡനും ഒക്കെ അടുത്ത് തന്നെയുണ്ട്. ഒരു ബീച്ച് വ്യൂ റെസ്റ്റോറൻറ്റ് നമുക്കവിടെ കാണാൻ. നമ്മളിപ്പോൾ തിരിച്ച് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോവുകയാണ്. ഇപ്പോഴും കുറേ ആൾക്കാർ ഈ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഗ്രൗണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ താഴെ വരുമ്പോൾ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നല്ലൊരു ഗജവീരന്മാർ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ എഴുതിയപ്പോൾ ആറൻ ഷെട്ടി രാജഗോപുരം എന്നൊക്കെ പറഞ്ഞിട്ട്, അത് ഈ രാജഗോപുരത്തിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽസും അതിൻ്റെ കൺസ്ട്രക്ഷൻ സമയത്തുള്ള കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. പിന്നെ ഇതാണ് ഇവിടെ നിന്ന് അത്യാവശ്യം കുറേ ആൾക്കാർ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ രാജഗോപുരവും ക്ഷേത്രദർശനവും എല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ച് ശില്പം കാണാൻ വേണ്ടി പോവുകയാണ്. ആ ശിവൻ്റെ ആ ശില്പം ഈ ഗോപുരത്തിൻ്റെ പുറവശത്തായിട്ടാണ്. ഇപ്പോൾ നമ്മളിനി അങ്ങോട്ട് നടന്ന് പോയത് കാണണം. ഈ സ്ഥലത്ത് നിരവധി ശില്പങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. നല്ലൊരു ഗാർഡനൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് നേരത്തെ കണ്ട രാജഗോപുരവും നമുക്കിവിടുന്ന് കാണാൻ പറ്റും. ആ ശിവശില്പത്തിന് മുന്നിലായി ഒരു നന്ദി ശില്പവും ഉണ്ട്. അതും നല്ല സുന്ദരമായൊരു ശില്പം തന്നെയാണ്. ശിവശില്പത്തിൻ്റെ അടിയിലായിട്ട് തന്നെ ഈ മുരുടേശ്വരത്തിൻ്റെ കഥ പറയുന്ന ചെറിയൊരു ഗാലറി കൂടിയുണ്ട്. കുട്ടികൾക്ക് 5 രൂപയും മുതിർന്നവർക്ക് 10 രൂപയുമാണ് എൻട്രി ഫീസ്. കയറി വരുമ്പോൾ തന്നെ മുരുടേശ്വരൻ്റെ കഥ പറയുന്ന വലിയൊരു സ്പീക്കർ അവിടെ വെച്ചിട്ടുണ്ട്. ഹിന്ദിയിലും കന്നഡയിലും അത് മെയിനായിട്ട് പറയുന്നത്. പക്ഷെ ഞങ്ങൾക്കത് മനസ്സിലായില്ല. അതുകൊണ്ട് മാമിക്കത് അറിയാവുന്നത് കൊണ്ട് തന്നെ മാമി അത് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. രാവണമാതാവായ കൈകസി ലങ്കാതീരത്ത് ശിവലിംഗം മണ്ണുകൊണ്ടുണ്ടാക്കി അതിൽ പ്രാർത്ഥന നടത്തുമായിരുന്നു ദിവസവും. ഇത് കണ്ട് രാവണൻ മാതാവിനോട് ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന്. അപ്പോൾ മാതാവ് പറഞ്ഞു, മരണശേഷം എനിക്ക് കൈലാസത്തിൽ സ്ഥാനം ലഭിക്കും, അദ്ദേഹം മഹാദേവനിൽ ചേരാൻ കഴിയും എന്ന് പറഞ്ഞു. കൈകസിയുടെ പ്രാർത്ഥനാ വിവരമറിഞ്ഞ ദേവേന്ദ്രനും ദേവകളും അതിൽ അസൂയ മൂത്ത് അവരുടെ പ്രാർത്ഥനയിൽ മുടക്കം വരുത്താനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ പ്രാർത്ഥനാവേളയിൽ ദേവേന്ദ്രൻ ശിവലിംഗത്തിൽ ചാർത്തിയിരുന്ന മാലയെടുത്ത് കടലിലെറിയുകയും ശിവലിംഗം കടലിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. ഇതിൽ കൈകസിക്ക് വളരെയധികം വിഷമം വന്നു. ഇതറിഞ്ഞ രാവണൻ കൈകസിയോട് പറഞ്ഞു, അമ്മയ്ക്കായി ഞാൻ ശിവന്റെ ആത്മലിംഗം കൈലാസത്തിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. അതിനുവേണ്ടി അദ്ദേഹം ശിവനെ തപസ് ചെയ്യാനായി പുറപ്പെട്ടു. രാവണന്റെ തപസ്സിനെക്കുറിച്ച് വിവരമറിഞ്ഞ നാരദർ മഹാവിഷ്ണുവിനോട് അതിന് എങ്ങനെയെങ്കിലും മുടക്കം വരുത്തണമെന്ന് അഭ്യർത്ഥിച്ചു. മഹാദേവൻ പ്രത്യക്ഷപ്പെടാത്തതിനാൽ
രാവണൻ കൈലാസ പർവ്വതത്തെ തൻ്റെ ശക്തിയിൽ ഉയർത്തി. അതാണ് ഈ പടത്തിൽ കാണിക്കുന്നത്. ഇങ്ങനെ ഉയർത്തി നിൽക്കുമ്പോൾ ദേവകളെല്ലാം പേടിച്ചു വിറച്ചു. അപ്പോൾ പാർവതി ദേവി മഹാദേവൻ്റെ അടുത്ത് പറഞ്ഞു, പോയി രാവണന് എന്താണ് ആവശ്യമെന്ന് വെച്ചാൽ അത് നൽകിയിട്ട് വരാൻ പറഞ്ഞു. മഹാവിഷ്ണുവിൻ്റെ മായയാൽ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആത്മലിംഗം ആവശ്യപ്പെടുന്നതിന് പകരം പാർവതി ദേവിയാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ ശിവൻ പാർവതി ദേവിയെ രാവണനോടൊപ്പം പറഞ്ഞയക്കുന്നു. വഴിയിൽ വെച്ച് നാരദൻ രാവണനോട് ചോദിക്കുന്നു, ഇത്രയും വൃത്തികെട്ട ഒരു സ്ത്രീയെ ആയിട്ട് എവിടേക്കാണ് പോകുന്നതെന്ന്. എന്നാൽ ഇത് കേട്ട രാവണൻ ദേവിയെ തിരിഞ്ഞു നോക്കുന്നു. മഹാദേവന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദേവിയെ തിരിഞ്ഞു നോക്കി ലങ്കയിലെത്തുന്നതിന് മുമ്പ് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ദേവി അവിടെ തന്നെ ഉറച്ചു പോകുമെന്ന്. അങ്ങനെ ദേവി ഗോകർണേശത്ത് തന്നെ ഭദ്രകാളി രൂപത്തിൽ അവിടെ ഉറയ്ക്കുന്നു. എന്നിട്ട് നാരദൻ രാവണനോട് പറയുന്നു, യഥാർത്ഥ പാർവതി ദേവി പാതാള രാജാവായ മായാസുരൻ്റെ മകളായ മണ്ഡോദരിയായി ജനിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ രാവണൻ പാതാളത്തിൽ ചെല്ലുകയും മായാസുരനെ പരാജയപ്പെടുത്തിയിട്ട് മണ്ഡോദരിയെ വിവാഹം കഴിക്കുകയും ചെയ്യുന്നു. മണ്ഡോദരിയുമായി കൈലാസത്തിലെത്തുമ്പോൾ കൈകസി മകനോട് പറയുന്നു, നീ ദേവകളുടെ മായയിൽപ്പെട്ട് ആത്മലിംഗം ആവശ്യപ്പെടുന്നത് മറന്നുപോയെന്ന്. ഇപ്പോൾ ആത്മലിംഗത്തെക്കുറിച്ച് ഓർമ്മ വരികയും മഹാദേവനെ പ്രാർത്ഥിക്കാനായിട്ട് വീണ്ടും രാവണൻ പോകുന്നു. ഘോര തപസ്സിൽ അദ്ദേഹം തൻ്റെ ശിരസ്സുകൾ ഓരോന്നോരോന്നായി അരിഞ്ഞ് മഹാദേവനിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥനയിൽ അവസാനം മഹാദേവൻ പ്രത്യക്ഷപ്പെടുകയും ആത്മലിംഗം നൽകുകയും ചെയ്യുന്നു. ആത്മലിംഗം രാവണനിൽ നിന്ന് തിരികെ ലഭിക്കാനായിട്ട് നാരദൻ ഗണപതിയുടെ സഹായം സ്വീകരിക്കുന്നു. ഗണപതിയും ഒരു ബ്രാഹ്മണ ബാലകൻ്റെ വേഷത്തിൽ പശുക്കളുമായിട്ട് രാവണൻ പോകുന്ന വഴിയിൽ വന്ന് നിൽക്കുകയും അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ മായയാൽ സന്ധ്യാസമയമാകുന്നത് പോലെ തോന്നും രാവണന് സന്ധ്യാപൂജകളിൽ വളരെ നിഷ്ഠയുള്ള ആളായതിനാൽ അദ്ദേഹം സന്ധ്യാപൂജ ചെയ്യുന്നതിന് വേണ്ടി ആ ബാലകനോട് തൻ്റെ ആത്മലിംഗം പിടിക്കാൻ പറയുന്നു. എന്നാൽ ബാലകൻ പറയും, ഞാൻ 3 പ്രാവശ്യം വിളിക്കും, അപ്പോൾ വന്നില്ലെങ്കിൽ ഞാൻ ആത്മലിംഗം താഴെ വയ്ക്കുമെന്ന് പറയും. രാവണൻ പോയി കഴിയുമ്പോൾ ഗണപതി 3 പ്രാവശ്യം വിളിക്കുകയും എന്നാൽ രാവണൻ എത്തുന്നതിന് മുന്നേ തന്നെ ആത്മലിംഗം തറയിൽ വയ്ക്കുകയും ചെയ്യും. അങ്ങനെ ആ ആത്മലിംഗം അവിടെ ഉറച്ചു പോകും. ആ ആത്മലിംഗം ഉറച്ച സ്ഥലമാണ് ഗോകർണം. അവിടെ തിരിച്ച് രാവണൻ വരുമ്പോൾ ആ ബാലൻ്റെ തലയിൽ ശക്തിയായിട്ട് രാവണൻ ഇടിക്കും. അങ്ങനെ ഗോകർണത്തെ ഗണപതി വിഗ്രഹത്തിൻ്റെ തലയിൽ വലിയൊരു പാടുണ്ട്. അതിനുശേഷം രാവണൻ അവിടെ ഒരു ഗോവിൻ്റെ ചെവി ഉപദ്രവിക്കും. അങ്ങനെ അതിന് ഗോകർണം, ആ ഗോകർണം എന്ന് പേര് വരാൻ അതും ഒരു കാരണമാണ്. അതിനുശേഷം രാവണൻ ആ ശിവലിംഗം വളരെ ശക്തിയായിട്ട് ഉയർത്താൻ ശ്രമിക്കും. പക്ഷെ അത് ഇളകി വരത്തില്ല. അപ്പോൾ മഹാബലമാണ്, തന്നേക്കാൾ ബലമുള്ളതിന് അതിനെ മഹാബലേശ്വർ എന്ന് പേര് കൊടുത്തു. മഹാബലേശ്വർ ശിവലിംഗം എന്നതിന് പേര് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അതിനുശേഷം ആത്മലിംഗത്തിൻ്റെ ഭാഗങ്ങൾ പലയിടത്തായിട്ട് 4 പാടും അദ്ദേഹം വലിച്ചെറിയുന്നു. അങ്ങനെ 4 സ്ഥലത്തായിട്ട് അത് ചെന്ന് വീഴുകയും ആ 4 ഭാഗത്തും ശിവ ഭഗവാന്റെ പ്രതിഷ്ഠ നടക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് അടുത്തതായിട്ട് കാണിച്ചിരിക്കുന്ന ഭാഗങ്ങൾ. ശിവലിംഗത്തിൻ്റെ പല ഭാഗങ്ങളും 4 പാടും വീഴുന്നതാണ്. മറ്റു 4 ശിവക്ഷേത്രങ്ങൾ. അതിൻ്റെ ഒന്ന് ധാരേശ്വർ, ഗുണവന്തേശ്വർ, മുരുഡേശ്വർ ആൻഡ് സാലജേശ്വർ. ഇങ്ങനെ 4 ശിവക്ഷേത്രങ്ങൾ വേറെയുണ്ട്. ഇത് ഗോകർണം മഹാബലേശ്വര ക്ഷേത്രം കൂടാതെ അതുമായി ബന്ധപ്പെട്ട 4 ശിവക്ഷേത്രങ്ങൾ. അവയെല്ലാം കൂടെ ചേർന്ന് പഞ്ചലിംഗ ക്ഷേത്രങ്ങൾ എന്നായിട്ട് അറിയപ്പെടുന്നു. അതാണ് അടുത്ത ലാസ്റ്റായിട്ട് കാണിച്ചിരിക്കുന്ന ആ ശിവക്ഷേത്രങ്ങളുടെയും അതിൻ്റെ എല്ലാം പടം കൊടുത്തിരിക്കുന്നത്. ഞങ്ങൾ ആ ഗാലറി എല്ലാം കണ്ട് തിരികെ മടങ്ങുകയാണ്. ആ ഗാലറിയൊക്കെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് കണ്ടു തീർക്കാം. അതിമനോഹരമായ ശില്പങ്ങൾ തന്നെയാണ് അതിൻ്റെ അകത്തും.
പിന്നെ നമ്മൾ വെളിയിലേക്ക് വരുമ്പം ആ ശിവൻ്റെ പ്രതിമ അവിടെ ഉണ്ട്. കുറേ ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ തന്നെ ഇവിടെ വരുന്ന ആൾക്കാർക്ക് തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആറൻഷട്ടിയുടെ ചെറിയൊരു ബീച്ച് വ്യൂ റെസ്റ്റോറൻറ്റ്, ഞാൻ നേരത്തെ കാണിച്ചില്ല, റെസ്റ്റോറൻ്റാണ്. ഞങ്ങൾ രാവിലെ ഒന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ കാപ്പിയൊന്നും കുടിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. അത്യാവശ്യം ഇതായത് ഈ കാണുന്ന ആറൻഷട്ടി അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു ഹോട്ടൽ തന്നെയാണിത്. പറഞ്ഞ ആ ഗോപുരത്തിൻ്റെ മേലിൽ നിന്നുള്ള ഈ റെസ്റ്റോറൻറ്റിൻ്റെയും പേജിലേക്ക് പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിലേക്ക് കൊടുക്കാൻ മറക്കരുത്. ബൈ ബൈ.